നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണം ആലോചിക്കാൻ പോയതാ. കല്യാണം ആലോചിക്കാനാ? അതിന് എനിക്ക് കല്യാണ പ്രായമായോന്ന് നിന്നോട് ആരെങ്കിലൊക്കെ പറഞ്ഞോ? അയ്യടാ, കല്യാണ പ്രായമാവാത്തൊരു മുതല്. ഞങ്ങള് കല്യാണം ആലോചിച്ചത് പ്രസാദേട്ടന് വേണ്ടിട്ടാ, അല്ലാതെ പുഷ്പൻ ചേട്ടന് വേണ്ടിട്ടല്ല. അത് തന്നെയാ എന്തിനാണ് ഞാൻ ചോദിച്ചത്. അല്ല, എന്നിട്ട് അവിടെ സമ്മതിച്ചോ? ഇല്ല. അപ്പൊ അതാ നാണം കെട്ടുന്നർത്ഥം. നിനക്ക് സാമാന്യ ബോധം ഉണ്ടാടാ? റോഡിൽ പോകുന്ന പെൺകൊച്ചിനോട് കല്യാണാലോചന നടത്തുന്നു, അതും സ്വന്തം ചേട്ടന് വേണ്ടി. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ? ചേട്ടന്റെ പേരൊന്നും ഞങ്ങള് പറഞ്ഞില്ല. ചേട്ടന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എന്താ, നീയൊക്കെ പ്രസാദിന്റെ അനിയന്മാരാണെന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ഈ കാണിക്കുന്ന കണ്ണൻ തിരുവിന്റെ പേരുദോഷം പ്രസാദിന് മനസ്സിലായ? മനസ്സിലായി. പ്രസാദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നതാ ഇന്ന് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്ന് വെച്ച് അതിനുവേണ്ടി ശ്രമിക്കുമ്പോ സ്വല്പം ഒരു മര്യാദയൊക്കെ കാണിക്കണ്ടേ? തൽക്കാലം കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്ന് നിരീക്ഷിച്ചാൽ മതി. പ്രസാദിനുള്ള പെണ്ണ് പ്രസാദിനെ അന്വേഷിച്ച് ദാ ഈ ഗേറ്റ് കടന്നു വരും, എനിക്ക് ഉറപ്പാ. തൽക്കാലം രണ്ടെണ്ണം കൂടിയിരുന്ന് മിനിഞ്ഞാന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തിയ ചെലവ് കണക്കില്ലേ, അത് റെഡിയാക്കി പ്രിന്റ് എടുത്ത് മേശപ്പുറത്ത് വെക്ക്. പ്രസാദ് ഇപ്പ വരും. ഓ ആയിക്കോട്ടെ തമ്പ്ര. എന്തോന്ന്? ആയിക്കോട്ടെ തമ്പ്ര എന്ന് പറഞ്ഞതാ. ഞങ്ങൾക്ക് ഇവിടെ ആനയും പേടിക്കണം ആനപ്പിണ്ടത്തെയും പേടിക്കണം എന്ന ഗതികേട് ഓർത്ത് പറഞ്ഞതാ. ക്ഷമിച്ചു കള. വാവോ ചേട്ടാ. എന്തോ പറഞ്ഞ? മനസ്സിലായി മനസ്സിലായി. ഈ പിണ്ടത്തിന്റെ വില നിനക്കൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാടാ, നോക്കിക്കോ. അഞ്ജലി. നമസ്കാരം ചേട്ടാ. നമസ്കാരം നമസ്കാരം. വരൂ, വന്നാട്ടെ. അഞ്ജലി ഇരിക്കെ, ഞാൻ പ്രസാദിനെ വിളിക്കാം. അഞ്ജലി ഇരിക്കെ. പുഷ്പേട്ടാ. ഞാൻ കാണണമെന്ന് പറഞ്ഞത് പുതിയൊരു ഇവന്റ് വന്നിട്ടുണ്ട്. അതൊരു ഹാഫ് ഡേയോ വൺ ഡേയോ ഒന്നും അല്ല, ഏതാണ്ട് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റാ. ഉത്സവം വല്ലതുമാണോ പ്രസാദേട്ടാ? ഏയ് അല്ലല്ല, വ്യക്തമായി പറഞ്ഞ ഒരു കല്യാണമാണ്. സാക്ഷാൽ മേയർ ഉപേന്ദ്രവർമ്മയുടെ മകളുടെ കല്യാണം. കല്യാണത്തിന് 4-5 ദിവസം മുമ്പ് തന്നെ അതിഥികൾ വന്നു തുടങ്ങും. ആ ദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വേണം മാനേജ് ചെയ്യാൻ. എന്നുവെച്ചാ അതിഥികളുടെ ബെഡ് കോഫി മുതൽ ഡിന്നറും ഡെസേർട്ടും വരെ നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് അർത്ഥം. ഓ, അപ്പോ വലിയ ഇവന്റ് ആണ്. അതെ, ഒരുപാട് VIP വരും. അവർക്കൊക്കെ തൃപ്തികരമാവുന്ന വിധത്തിൽ ഭക്ഷണം കൊടുക്കണം നമ്മള്. വെജാണോ നോൺ വെജ് ആണോ? രണ്ടും വേണ്ടി വരും. അതിഥികളുടെ അഭിരുചി അനുസരിച്ചുള്ള വിഭവങ്ങൾ. എങ്കിലും പൊതുവിലൊരു നിർദ്ദേശം മേയർ അദ്ദേഹം തന്നിട്ടുണ്ട് നമുക്ക്. എന്താ അത്? നാടൻ വിഭവങ്ങൾ കൂടുതലുണ്ടാവണം. പൊതുവിലൊരു നാടൻ ടേസ്റ്റ്, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ തെളിഞ്ഞത് അഞ്ജലിയുടെ മുഖമാണ്. താങ്ക് യു പ്രസാദേട്ടാ, വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയും. നന്ദി സന്തോഷമൊക്കെ ഈ ടാസ്ക് വിജയിച്ചതിന് ശേഷം മതി. പുഷ്പേട്ടാ. ഇപ്പോ ഈ ഇവന്റിലെ മുഴുവൻ കാറ്ററിംഗ് കോൺട്രാക്റ്റും ഞാൻ അഞ്ജലിക്ക് തരിക. സൂപ്പർ വിഭവങ്ങൾ നിരത്തി മേയറുടെ അതിഥികളുടെയും പ്രശംസ പിടിച്ചു പറ്റണം നമുക്ക്. ഇതാ അഡ്വാൻസ്. തുളസി, നീ ഇനി പൊക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ. ആവശ്യം വരുമ്പോ വിളിക്കാം. അല്ല, അഞ്ജലി എവിടെ? വലിയ
സോണിയേച്ചി വരാന്തയിലുണ്ട്. വലിയ സങ്കടത്തിലാ. ശ്ശേ, നീ എന്താ മോളെ ഇങ്ങനെ? പറ്റുന്നില്ല സീതമ്മ. അവന്റെ ആ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. ഇതങ്ങനെ അപകടം പിടിച്ച രോഗമൊന്നും അല്ല മോളെ. കുറച്ച് വേദനയും വിഷമമൊക്കെ ആയി ഒരു 6-7 ദിവസം വലിയ പ്രയാസമായിരിക്കും. അത് കഴിയുമ്പോ താനെ അങ്ങ് മാറും. ദേഹം തളർന്നു മരിച്ചു പോവൊന്നുമില്ല. പണ്ടൊക്കെ പറയുമായിരുന്നത് ഇത് അമ്മ വിളയാട്ടാന്നാ. അമ്മ വിളയാട്ടോ? അതെ, അമ്മ വിളയാട്ട്. ദേവി മാരിവിത്ത് വിതറുമെന്നും ഭക്തരിൽ അതിങ്ങനെ കുരുവായി പൊന്തി വരുമെന്നൊക്കെയാണ് പറച്ചിൽ. ഇന്നിപ്പോ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നവരില്ല. എങ്കിലും അമ്പലത്തിൽ ചെന്ന് ഒരു നേർച്ചയോ വല്ലോ കഴിക്കുന്നത് നല്ലതാ. അതൊക്കെ ചെയ്യാൻ സീതമ്മേ. പക്ഷെ അവന്റെ ഈ കിടപ്പ് കണ്ടിട്ടാ എനിക്ക് കൈയും കാലും നീങ്ങാത്തത്. സത്യം പറഞ്ഞ തൃപ്പങ്ങോട്ട് സുഭദ്രാമ്മ അവനെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. കമിഴ്ന്ന് കളിക്കും മുമ്പ് ഞങ്ങളുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് അമ്മ പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ അവന്റെ അമ്മയും അച്ഛനും ഒക്കെ ഞാനാ. എന്റെ കുഞ്ഞിന്റെ ഈ അവസ്ഥ കാണുമ്പോ ഒക്കെ നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. ചിക്കൻ ബോക്സ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരു രോഗവും വരില്ലെന്ന് പറയാറുണ്ട്. മാരിവിത്ത് എറിയുന്ന അമ്മയുടെ കരുതലാണത്. കൂട്ടത്തിൽ അമ്പലത്തിൽ ഒന്ന് പോ മോളെ. നീ അവൻ അമ്മയാണെങ്കിൽ ദേവി എല്ലാവർക്കും അമ്മയാണ്. ആ കരുതലും കാരുണ്യവും ദേവി നമ്മോടും കാണിക്കും. വിശ്വസിക്കാം. പോവാം സീതമ്മേ. അമ്പലത്തിലും പോവാം, ഡോക്ടറെയും കാണാം. എന്റെ അച്ചൂട്ടന് എത്രയും പെട്ടെന്ന് സുഖമായാൽ മതിയായിരുന്നു. ദൈവങ്ങളെ, പ്രസവിക്കാതെ അമ്മയായതാ അഞ്ജലി. അവളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണിച്ചു കൊടുക്കണേ ഈശ്വര. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാൻ കുട്ടിയാ. സന്തോഷം. കുട്ടിയാണെന്ന് പറയില്ല. കഷണ്ടി ഉൾപ്പെടെ ഒരു മുതിർന്ന ആളിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. ആ കുട്ടിയല്ല, നാരായണൻ കുട്ടി. നാരായണൻ കുട്ടി. ഓ, അത് ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.